കുഞ്ഞിപ്പിരിഞ്ഞ് വോട്ട് ചെയ്യാൻ പോകാൻ റെഡി ആയിട്ട് നിൽക്കുകയാണേ. അപ്പോഴാണ് ഞാൻ പറയുന്നത് എടാ അപ്പം ബീഫ് കറി ഉണ്ട്, അത് കഴിച്ചിട്ട് പോകാന്നേ. അപ്പം വോട്ടൊക്കെ ആയതുകൊണ്ട് ചേട്ടൻ രാവിലെ തന്നെ പോയി ബീഫൊക്കെ വാങ്ങിച്ചോണ്ട് വന്നേ. അങ്ങനെ ഞങ്ങൾ പോകാൻ അറിയപ്പോൾ നമ്മുടെ ഓണർ ദേവൂട്ടി പോണേ. എടി വോട്ട് ചെയ്യണില്ലേ അക്കെ, എനിക്ക് 18 വയസ്സ് ആയതേ ഉള്ളതാ. അപ്പോൾ ഞാൻ പറഞ്ഞ അടുത്ത വർഷം ചെയ്യാന്നേ. അങ്ങനെ നേരെ ചേട്ടൻ്റെ വീട്ടിൽ പോയി നമ്മുടെ സ്ലിപ്പൊക്കെ അവിടെയായിരുന്നു. അപ്പോൾ അനിയന്മാരൊക്കെ ഉണ്ട്, അവന്മാരൊക്കെ വോട്ട് ചെയ്തിട്ട് മറ്റേ പൗരത്വം തെളിയിച്ച് നിൽക്കുകയാണേ. നേരെ അടുത്ത സ്കൂളിലേക്ക് ചെന്നപ്പോൾ നമ്മുടെ ക്യൂ ഒട്ടും ക്യൂവിൽ ആകെ 2 പേരേ ഉള്ളൂ. അത് കണ്ടപ്പോൾ സന്തോഷം. തൊട്ടപ്പുറത്തെ ക്യൂ നോക്കിക്കേ എന്തൊരാളാണ്. എന്തായാലും ഭാഗ്യം നമുക്ക് വേഗം ചെയ്യാൻ പറ്റി. പക്ഷെ കുഞ്ഞപ്പൻ അകത്തോട്ട് കയറ്റിയില്ല, അവനെ പുറത്ത് നിർത്തേണ്ടി വന്നു കേട്ടോ. അവിടെ 1 2 3 എന്നൊക്കെ എഴുതിയിട്ട് ഒരു സഞ്ചി പോലെ കണ്ട, അതിൻ്റെ അകത്ത് നമ്മുടെ ഫോണൊക്കെ വാങ്ങിച്ച് വെച്ച് കേട്ടോ. അത് കഴിഞ്ഞ് തിരിച്ചു പോരാൻ നേരത്തെ ആ ഫോൺ തന്നത്. അങ്ങനെ നല്ല കടുപ്പിച്ച് തന്നെ ഞാൻ നീലമഷിയൊക്കെ വരക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നല്ല കടുപ്പിച്ച് വരക്കണത്. തിരിച്ചിറങ്ങിയപ്പോൾ കുഞ്ഞപ്പൻ പാർക്കിൽ 2 കൂട്ടുകാരെ കണ്ടുപിടിച്ച് കളിക്കുകയാണെങ്കിൽ സ്കൂളിൻ്റെ ഉള്ളിൽ തന്നെ ഒരു പാർക്കിന്റെ സെറ്റപ്പ് ഉണ്ട്. അവനാണെങ്കിൽ വോട്ട് ചെയ്യാൻ പറ്റാത്തതിൽ ചെറിയ സങ്കടമുണ്ട്. ഞാൻ പറഞ്ഞു നമുക്ക് തിരിച്ചു വന്നിട്ട് ചെയ്യാൻ, ജസ്റ്റ് ഒരു 12 കൊല്ലം കൂടി. അപ്പോൾ ഇത് ചേട്ടൻ്റെ കസിൻ ശ്രീഹരിയാണ്. ഇവരെ കാണാൻ ഒരുപോലെ ഇല്ലേ, ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യണേ. അങ്ങനെ അവിടെയാണെങ്കിൽ നിറച്ച് പട്ടാളക്കാരും പോലീസുകാരൊക്കെ ആയിരുന്നു. അപ്പോൾ ആ പോലീസ് സാറ് നല്ല അടിപൊളി സാറ് കേട്ടോ. സാറ് കുഞ്ഞപ്പന് ഷെയ്ക്കാനൊക്കെ കൊടുത്ത് അവനോട് വർത്താനമൊക്കെ പറഞ്ഞ് പോലീസാവണോ പട്ടാളാവണോ. സാധാരണ കുഞ്ഞപ്പൻ പറയും പട്ടാളാവണോ എന്ന്. ഇത് 2 പേരെയും കൂടി കണ്ടപ്പോൾ അവൻ കൺഫ്യൂഷനായി.